പക്ഷെ ആളുകളെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിന്റെ ഇടയിൽ ഇവന്മാര് ചില ഡയലോഗ് അടിച്ചിരിക്കുന്നു ഈ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത്. ഹിന്ദു കോനെ, മുസ്ലിം കോനെ. ഇതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഈ രാജ്യത്ത് അൺട്രസ്റ്റ് ഉണ്ടാക്കുക, ഇവിടെ മനസ്സമാനിച്ച് ജീവിക്കുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഇതുണ്ടാക്കിയിട്ട് ഇത് ഈ ഹിന്ദു കോനെ മുസൽമാൻ കോനെ എന്ന് ചോദിച്ചിട്ട് ഹിന്ദുക്കളെ മാത്രം വെടിവെച്ച് കൊല്ലുന്നത് കാണിക്കുന്ന സമയത്ത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇത് ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലാൻ വേണ്ടി മുസ്ലിം ഇറങ്ങിയിരിക്കുകയാണെന്നുള്ളൊരു അത് ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്തു കഴിഞ്ഞാൽ കാശ്മീർ മാത്രമല്ല പലയിടത്തും ഇതിന്റെ റിപ്രിക്കേഷൻസ് ഉണ്ടായിരിക്കും. ഇതുപോലെ തെറ്റിദ്ധാരണകൾ വരുത്തിക്കൊണ്ട് ഉള്ള ഒരു ഭീകരാക്രമണമാണ് ഈ നടന്നിരിക്കുന്നത്. അതിന്റെ ഉള്ളിൽ കൂടിയാണ്. അത് തന്നെ പെര കത്തുന്ന സമയത്ത് കഴുക്കോൽ ഊര എന്ന് പറയുന്ന പോലെയാണ്. ഇതൊന്നും നടക്കുന്നതിന്റെ കൂടുതൽ ഈ ഒരു ഡയലോഗും കിട്ടേക്കാം. ഹിന്ദു കോനെ മുസ്ലിം കോനെ. അവന് ഹിന്ദു മുസ്ലിം ഒന്നുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാർ, ഞാൻ എന്റെ പടങ്ങളിൽ എഴുതുന്ന ഡയലോഗ് ഇത് തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇന്ത്യയിലത്തെ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മുസ്ലിംസ് ഇല്ല. അപ്പൊ ഈ ഒരു ഡയലോഗ് എന്തിനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇത് കേൾക്കുന്നവരെന്ത് വിചാരിക്കും? കാശ്മീരിലത്തെ മുസ്ലിംസ് ആണ് ഈ ഹിന്ദുക്കളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതിൽ തോന്നുക. അപ്പൊ ഇങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ രാജ്യത്ത് എങ്ങനെയെല്ലാം കമ്മ്യൂണൽ വയലൻസ് ഇറക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവരുടെ എല്ലാം ഉദ്ദേശം. ഈ ലഷ്കർ-ഇ തോയ്ബ എന്ന് പറയുന്നത് പണ്ട് മുതൽക്കേ, അത് അമീൻദാറിന്റെ സമയം തൊട്ടിട്ട്, അത് 80s ഈ അമീൻദാർ മാഗം വില്ലേജ് എന്നുള്ള അമീൻദാർ ആദ്യം പാകിസ്ഥാനിൽ പോയിട്ട് ട്രെയിനിങ് എടുത്ത് വന്നതിന് ശേഷം അവനായിട്ട് തുടങ്ങിയിട്ടാണ് അവന്റെ ലീഡർഷിപ്പിലാണ് ഈ ലഷ്കർ-ഇ തോയ്ബയുടെ ഫുൾ പാകിസ്ഥാനിൽ വരുന്ന ഫണ്ടുകളെ വെച്ചുകൊണ്ടായിരുന്നു ഇവരെല്ലാം ചെയ്തിരുന്നത്.